രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മരുതിം നമതരാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. കിഷ്കിന്ധാകാണ്ഡത്തിലെ 29-ാം സർഗമാണ് ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ രാജപദവിയൊക്കെ കിട്ടി സുഗ്രീവൻ അവിടെ ഇങ്ങനെ സുഖമായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ ആ മഴക്കാലമൊക്കെ മാറി താരയെയും ചുമ്മയെയും ഒക്കെ ഭാര്യമാരായി കിട്ടിയതുകൊണ്ട് ധാരാളം കാലത്തെ ദുഃഖത്തിന് ശേഷം സുഖങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ടും സുഗ്രീവൻ മറ്റെല്ലാം വിസ്മരിച്ചുകൊണ്ട് സുഖലോലുപനായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടിയിരിക്കുകയാണ്. അക്കാലത്ത് ഒരു ദിവസം ആ ഹനുമാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പ്രീതിയുക്തമായിട്ടുള്ള വാക്കുകൾ ഇങ്ങനെ പറയാൻ ആരംഭിച്ചു എന്ന് പറയണം. രാജ്യവും കീർത്തിയും അങ്ങ് കിട്ടി, കുലത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചു, പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ അതിനനുസരിച്ചുള്ള പ്രവൃത്തി അങ്ങ് ചെയ്യണം. കാലോചിതമായിട്ട് മിത്രങ്ങളോട് വേണ്ടതുപോലെ പെരുമാറുന്നവൻ്റെയാണ് രാജ്യവും കീർത്തിയും പ്രതാപവും ഒക്കെ വർദ്ധിക്കുക. അല്ലേ മഹാരാജാവേ, ഇപ്പോൾ രാജാവിൻ്റെ കോശങ്ങളും ദണ്ഡങ്ങളും മിത്രങ്ങളും ഒക്കെ ഉള്ളവരാണ് രാജ്യം പരിപാലിക്കാൻ കഴിയുക. അതിനാൽ അങ്ങ് സച്ചരിതനായിട്ട് നേരായ മാർഗത്തിൽ നിലകൊണ്ട് ആ സുഹൃത്തിനോട് ഏറ്റിട്ടുള്ള കാര്യം യഥായോഗ്യം ചെയ്യേണ്ടതാണ്. മറ്റെല്ലാ കാര്യങ്ങളും വിട്ട് സുഹൃത്തിന് വേണ്ടി യത്നിക്കാത്തവൻ തൻ്റെ സംഭ്രമം കൊണ്ട് ഉത്സാഹം തകർന്ന് ലക്ഷ്യത്തിൽ നിന്ന് വഴുതിപ്പോകുന്നവനായി തീരുമെന്നാണ് പറയുന്നത്. കാലം കഴിഞ്ഞതിന് ശേഷം സുഹൃത്തിനോട് എന്തെങ്കിലും പെരുമാറുന്നതിൽ അർത്ഥമില്ല. വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അതുകൊണ്ട് ഇപ്പം തന്നെ കാലം വൈകിപ്പോയിരിക്കുന്നു. വർഷക്കാലത്ത് ഇവിടെ സുഖമായിട്ടിരിക്കാം, അല്ലെങ്കിൽ പ്രവർഷണ പർവ്വതത്തിലെ ചതുർമാസ്യം അനുഷ്ഠിക്കാമെന്നാണ് രാമൻ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ വർഷകാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ. അതുകൊണ്ട് ഇനി നമ്മൾ വളരെ ജാഗരൂകരായിട്ട് സീതാന്വേഷണത്തിന് വേണ്ടതെല്ലാം ചെയ്യേണ്ടതാണ്. അദ്ദേഹം അങ്ങയ്ക്ക് വാക്ക് തന്നുകൊണ്ട് മാത്രം ക്ഷമിച്ചിരിക്കുകയാണ്. അങ്ങും ആ വാക്ക് പരിപാലിക്കണം. അതുകൊണ്ട് അങ്ങയുടെ ഈ വിജയത്തിനും ഏകമായ കാരണം അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് ഉടനെ വാനരന്മാരെ എല്ലാവരെയും വരുത്തി അവരെ വിവിധ ദിക്കുകളിലേക്ക് അയക്കാൻ വേണ്ട ശ്രമം നടത്തണം. കാലം വൈകുന്നത് വലിയ അപകടമായി തീരും. അങ്ങ് ഉപകാരം ചെയ്യാത്തവനെ പോലും ഉപകാരം ചെയ്യുന്നവനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ആ ശത്രുവിനെ വധിച്ച് അങ്ങേക്ക് രാജ്യം നേടിത്തന്ന ശ്രീരാമചന്ദ്രനോട് അങ്ങയുടെ കടമകൾ നിർവഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ രക്ഷപ്പെടാമെന്നാണെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല. യക്ഷന്മാരായാലും രാക്ഷസന്മാരായാലും ആരായാലും അവരെവിടെ പോയി ഒളിച്ചാലും അവരെ കണ്ടെത്തി കൊല്ലുവാനുള്ള കഴിവ്, പരാജയപ്പെടുത്താനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ ആ വാനരസേനാധിപതികളോട് എത്തിച്ചേരാൻ ആവശ്യപ്പെടണം എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഹനുമാൻ്റെ വാക്ക് കേട്ടപ്പോൾ സുഗ്രീവനും തൻ്റെ ബോധം തിരിച്ചു കിട്ടിയതാണ്. അതുവരെ സുഗ്രീവനൊരു ഉന്മത്തനെ പോലെ കഴിയുകയായിരുന്നു. അദ്ദേഹവും പറഞ്ഞു, എൻ്റെ എല്ലാ സൈനികരോടും ഉടനെ തന്നെ ഇവിടെ ഹാജരാവാൻ പറയുക. അവരുടനെ തന്നെ സീതയെ അന്വേഷിക്കുന്നതിനായിട്ട് പോകാൻ റെഡിയാവട്ടെ. എൻ്റെ ഈ ഉത്തരവനുസരിച്ച് 15 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരാത്തവരെയെല്ലാം കൊന്നുകളയുന്നതാണ് എന്നൊക്കെ അദ്ദേഹം കൽപ്പിച്ചു എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സുഗ്രീവൻ്റെ കൽപ്പനകളുടെ പേരിലാണ് പിന്നീട് സുഗ്രീവാജ്ഞ എന്നുള്ള ഒരു പദം തന്നെ ഉണ്ടായത്. സുഗ്രീവൻ്റെ ആജ്ഞ അങ്ങനെയായിരുന്നു. 15 ദിവസത്തിനുള്ളിൽ മടങ്ങി വന്നില്ല, ഇവിടെ അന്വേഷിക്കാനായിട്ട് ഇവിടെ തയ്യാറായിട്ട് വന്നില്ലെങ്കിൽ അവരെയൊക്കെ കൊന്നുകളയുമെന്ന്. അതുപോലെ ഇനി ഒരിക്കൽ പറയുന്നത് 1 മാസത്തിനുള്ളിൽ സീതയെ കണ്ടുപിടിച്ച് വരാത്തവരെ കൊല്ലുമെന്നാണ്. അപ്പോൾ അത്രയും കർശനമായ ആജ്ഞകൾ നൽകുന്ന ഒരാളായിരുന്നു സുഗ്രീവൻ എന്നാണ് ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇങ്ങനെ സുഗ്രീവൻ ധർമ്മകാര്യ നിർവഹണത്തിനായിട്ട് തൻ്റെ സൈന്യത്തിനെയെല്ലാം വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ ഉപസംഹരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.